പ്രിയ സുഹൃത്തുക്കളെ, നന്മയുടെ ഒരു നല്ല ദിവസം. ജോൺസൺ കരൂർ. ഞാൻ വീടിൻ്റെ അടുക്കള ഒന്ന് വൃത്തിയാക്കിയപ്പോൾ കുറച്ച് വെള്ളം കെട്ടി കിടന്ന വെള്ളം കളയാതെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് ചിന്തിച്ചപ്പോൾ ഈ വെള്ളം കളയണമെങ്കിൽ സാധാരണ നമ്മളൊക്കെ ഏതെങ്കിലും സംഭവം ഇങ്ങനെ കുത്തുകയല്ലേ, കുത്തി 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 അല്ലെങ്കിൽ അടി കിടന്ന് വേസ്റ്റ് എടുത്ത് മാറ്റും. ഇതല്ലാതെ ഇത് മാറ്റാൻ ഒരു മാർഗമുണ്ട്. ഇപ്പോൾ കണ്ടോണേ, നമ്മുടെ ഈ കൈ എടുക്കുക, ഇവിടോട്ട് പ്രസ് ചെയ്യുക. അത് നമ്മൾ എവിടെയാണോ പ്രസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വെള്ളം കിടക്കുന്നത് ഒന്ന് പ്രസ് ചെയ്യും. നമ്മുടെ കയ്യിൽ ഈ പ്രഷർ താഴോട്ട് ചെല്ലുമ്പം അവിടുന്ന് വായു താഴ്ത്തും. എത്ര വേസ്റ്റ് കിടന്നാലും ഇത് വെള്ളം സിങ്ക്, ഇതൊരു 10 ലിറ്റർ കൂടുതലുള്ള സിങ്കാണ്. എത്ര വെള്ളം കിടന്നാലും ഈ വെള്ളം നിങ്ങളുടെ കൈ കൊണ്ട് മാത്രം വറ്റിച്ച് മാറ്റാം. കമ്പിയിട്ടൊക്കെ കുത്തി വെറുതെ പൈപ്പ് കേടാക്കണ്ട, ഒന്നും കേടാക്കണ്ട. കാരണം ഇത് സിമ്പിളാണ്. ഈ ഒറ്റ പ്രസ്സിങ്ങിലൂടെ താഴോട്ട് പോയതല്ല. ചില ആരോഗ്യം കൈക്ക് വേണം, ഇതിന് മനസ്സും വേണം. പിന്നെ ഇത് നിങ്ങൾ മാത്രം ഉപയോഗിക്കുന്ന സിങ്കായിരുന്നു. മറ്റൊരാൾ ഉപയോഗിക്കുന്ന സിങ്കാണെങ്കിൽ നിങ്ങളെല്ലാം കൈവെക്കാൻ പോകണ്ട. അതിന് വേറെ മാർഗം ഞാൻ പിന്നെ പറഞ്ഞുതരാം. പക്ഷേ ഇതൊരു കാര്യം നോക്കിക്കൊള്ളുക. ഇങ്ങനെ പ്രസ് ചെയ്യും. പല കടയിലൊക്കെ പോകുമ്പോൾ വെള്ളം ഇങ്ങനെ കുത്തിയിടാൻ വേണ്ടി പരിശ്രമിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷേ വെറുതെ ഇങ്ങനെ കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് മാറ്റിയാൽ മാറാവുന്നത്. ഇപ്പോൾ തന്നെ 15 ലിറ്റർ വെള്ളം താഴോട്ട്. പക്ഷേ ഈ വെള്ളം എങ്ങോട്ടാണ് പോകുന്നതല്ലോ? ഇതിൻ്റെ സേവിങ് ഗ്രൗണ്ടിലോട്ടാണ്, പുറത്തോട്ടല്ല. ഈ വെള്ളം കിണറിനടുത്ത് സേവിങ് ഗ്രൗണ്ടിലാണ് പോകുന്നത്. ഈ വെള്ളം നാളത്തെ എൻ്റെ കിണറ്റ് വെള്ളത്തെടുത്തിട്ടില്ല. പക്ഷേ ഇത് വളരെ പ്യൂരിഫൈ ചെയ്ത് എനിക്ക് കിട്ടും. എന്താ നോക്കിക്കേണ്ട, മുമ്പേ കണ്ട വെള്ളം അവിടെ ഓക്കെ. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ 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 ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഓക്കെ ആവും. സോ സൈനിങ് ഔട്ട്, ജോൺസൺ കരൂർ.